പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. എല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ യോവാക്കിമിൻ്റെയും അന്നയുടെയും തിരുനാൾ ആശംസകൾ. പ്രായം കവിഞ്ഞപ്പോഴാണല്ലോ വിശുദ്ധ അന്ന പരിശുദ്ധ കന്യാമറിയത്തെ ഉദരത്തിൽ സ്വീകരിക്കുന്നത്. തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന സന്തോഷവാർത്ത യോവാക്കിമിനെ അറിയിക്കുന്നതിന് മുൻപേ അന്ന പാടുന്ന ഒരു കീർത്തനമുണ്ട്. ആ കീർത്തനം ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് യോവാക്യം കടന്നു വരുന്നത്. അവരാദ്യം ആലോചിക്കുന്നത് ജനിക്കുന്ന കുഞ്ഞിന് എന്ത് പേര് നൽകണമെന്നാണ്. പെൺകുഞ്ഞാണെങ്കിൽ അവൾക്ക് മേരി എന്ന പേര് കൊടുക്കാം എന്നവർ തീരുമാനിക്കുന്നു. അത്യുഷ്ണം നിറഞ്ഞ ഒരു പകലിൻ്റെ അന്ത്യത്തിൽ പൊടുന്നനെ കടന്നു വന്ന കൊടുങ്കാറ്റിൻ്റെയും പേമാരിയുടെയും നടുവിലേക്കാണ് കുഞ്ഞുമേരി പിറന്ന് വീഴുന്നത്. സിറ്റി ഓഫ് ഗോഡ് എന്ന ഗ്രന്ഥത്തിൽ, ദൈവത്തിൻ്റെ വിശുദ്ധ നഗരം എന്ന ഗ്രന്ഥത്തിൽ വെനറബിൾ മരിയ അഗ്രേത ഇങ്ങനെ പറയുന്നു: മറിയത്തിനു വേണ്ടി അവരെക്കാൾ കൂടുതൽ വിശുദ്ധരോ പരിപൂർണരോ ആയ ആരെയും ലോകത്തിൽ കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ ഏറ്റവും വിശുദ്ധരും തികഞ്ഞവരുമായ മാതാപിതാക്കളെ അവിടുന്ന് തിരഞ്ഞെടുത്തു. എന്നാൽ കൂടുതൽ നല്ല മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ സർവശക്തൻ തൻ്റെ പുത്രൻ്റെ മാതാവായി തിരഞ്ഞെടുക്കാനിരിക്കുന്നവൾക്കായി അവരെ നിയോഗിക്കുമായിരുന്നു എന്നതിൽ സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോവാക്യം, വിശുദ്ധ അന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹം കിട്ടുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.